തായ്ലൻഡ് യാത്രയുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ശ്രീരാജ ടൈഗർ ടോപ്പിയ. പല പല പാക്കേജുകളുണ്ട്. കടുവയുടെ കൂടെ നടക്കാം, കടുവയുടെ കൂടെ ഇരിക്കാം, കടുവയ്ക്ക് പാൽ കൊടുക്കാം. ഓരോരോ പാക്കേജുകളാണ്. വിത്ത് ഫോട്ടോ. നമ്മളെ പാക്കേജ് ഇത് എൻട്രി ഫീസ് വിത്ത് ഫോട്ടോയാണ്. ഫോട്ടോ എടുക്കാൻ പറ്റും ടൈഗറിൻ്റെ കൂടെ നിന്ന്. ഓരോരുത്തർക്ക് ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് സ്വീകരിക്കാനായിട്ട് നിൽപ്പുണ്ട്. അവരുടെ കൂടെ നമുക്ക് ഫോട്ടോ എടുക്കാം. ഇത് ടൈഗറല്ല. ഇതിപ്പോൾ ആദ്യമേ നമ്മൾ ഭക്ഷണം കഴിക്കാൻ കയറ്റി വയ്ക്കുക. ഫുഡാണ്. ഫുഡ് കഴിഞ്ഞിട്ടുള്ള പരിപാടികളേ ഉള്ളല്ല. ഇവിടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവരും. ഞാൻ കരുതി ടൈഗറിനെ കണ്ടിട്ടേ കഴിക്കത്തുള്ളൂ എന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ ആദ്യം ഭക്ഷണം, പിന്നെ ടൈഗറിനെ പിടിച്ച് ഇന്നായിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ആദ്യമേ നമുക്ക് ഭക്ഷണം തരുന്നത്. ഒരു ടൈഗർ കിടക്കുന്നുണ്ട്. ഒരു പ്രതിമയാണോ എന്ന് അറിയത്തില്ല. ഒറിജിനൽ കണക്ക് ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഇനി ടൈഗർ ടോപ്പിയിലോട്ട് കയറാൻ പോവുകയാണ്. അങ്ങോട്ടാണ്. അവിടെ വണ്ടിയൊക്കെ ഉണ്ട് ടൈഗർ ടോപ്പിയിലോട്ടുള്ള. വണ്ടിയിലൊക്കെ ആയിരിക്കും കൊണ്ടുപോകുന്നത്. അതാണ് ടൈഗർ ടോപ്പിയ. ടൈഗർ ടോപ്പിയിലേക്കുള്ള എൻട്രൻസ്. ഇവിടെ കുറേ വണ്ടികളൊക്കെ ഉണ്ട്. ഈ വണ്ടിയിലൊക്കെ ആയിരിക്കും നമ്മളെ കൊണ്ടുപോകുന്നത്. ഇതെല്ലാം ചെറുതും വലുതുമായ കുറേ വണ്ടികളുണ്ട്. ബഗ്ഗീസ് കയറിക്കൊണ്ടിരിക്കുക. ഈ ബഗ്ഗിയിൽ സ്ഥലമില്ല. അങ്ങോട്ട് കഴിഞ്ഞു. റിവേഴ്സ് എടുത്തിട്ടാണ് വണ്ടി കൊണ്ടുപോകുന്നത്. നമ്മളെ 20 പുറപ്പെട്ടു. അപ്പോൾ ഇതൊന്ന് ചോദിക്കണം. ഇതെൻ്റെ എങ്ങനെയാണ്? അങ്ങോട്ടാണ് പോകേണ്ടത് വണ്ടി. അതല്ല, നല്ല സ്പീഡിലാണ് പോകുന്ന വണ്ടി. ബഗ്ഗി. ഇതിനൊക്കെ ബഗ്ഗിയിൽ പോയി നമ്മൾ എവിടെയായിരുന്നു? ആഗ്രയിൽ ഇവിടെ താജ്മഹൽ കാണാൻ പോയപ്പോൾ ഇതിനൊക്കെ ബഗ്ഗിയിലല്ലേ പോയത്? താജ്മഹൽ. നമ്മുടെ പുറകിലൊരു വണ്ടി വരുന്നുണ്ട്. നമ്മുടെ ടീമാണ്. അപ്പോൾ ഞങ്ങളുടെ ടീം മൊത്തം 35 പേര് 37 പേരും കയറി കഴിഞ്ഞു. അതല്ലേ നല്ലത്. വിശാലമായ കാഴ്ച കണ്ടുപിടി. ടൈഗർ ടോപ്പിയ. ഇവിടെ എല്ലാം കടുവകളാണ്. ഒരു കൃത്രിമ വെള്ളച്ചാട്ടം, ഒരു മുതലച്ചാല്, ഒരു പട്ടി ഫ്രീയാണ്. നമ്മളെ പുറകെ വെച്ച് പിടിച്ചിട്ട് മത്സര ഓട്ടം നടത്തിക്കൊണ്ടിരിക്കുകയില്ലെങ്കിലേ. ഇവിടെ ഫോട്ടോ മാത്രമല്ലേ കാണുന്നുള്ളൂ. ഒറിജിനൽ സാധനങ്ങളൊന്നും കാണുന്നില്ല. അതുകൊണ്ടൊരു കടുവ ഇവിടെ ഇറങ്ങണം. നമ്മൾ ഇവിടെ ടൈഗർ കാണുന്നുണ്ട്. ഇവിടെ നിന്ന് അങ്ങ് ഉള്ളിലോട്ട് കൊണ്ടുപോകും. ഇവിടുന്ന് ഫോട്ടോയൊക്കെ എടുത്തിട്ടാണ് ഉള്ളിലോട്ട് കൊണ്ടുപോകുന്നത് വീണ്ടും. ഒരു കാളവണ്ടിയുടെ ചക്രമൊക്കെ കൂടെ വെച്ചിട്ടുണ്ട്. പഴയ ഒരു കാളവണ്ടിയുടെ. ടൈഗർ ടോപ്പിയ. ദിസ് ഈസ് ഫ്രണ്ട്ഷിപ്പ്. സ്കോർപിയോൺ ക്യൂൺ. ടൈഗർ ടോപ്പിയ. സുധീർ സാറും കടുവയും
ടൈഗർ ടോപ്പിയിലെ ഫോട്ടോഷൂട്ട് എന്ന് പറയുന്നത് വീഡിയോ ആണ് എടുക്കുന്നത്. ടൈഗറിൻ്റെ വാലി പിടിക്കുന്ന ഒരു ഫോട്ടോ എടുക്കും, അതിൻ്റെ നടുവിൽ തടവുന്ന ഒരു ഫോട്ടോ എടുക്കും. ഇതില്ല, ഫോട്ടോ അല്ല, വീഡിയോ എടുക്കുന്നത്. ഇതിനാണ് നമ്മൾ താന്നൂർ തായ് ബാത്ത് കൊടുക്കുന്നത്. ഇവിടെ 2 കടുവകൾ വെള്ളത്തിൽ കിടക്കുന്നു. 2 കടുവ കിടക്കുന്നു. അയ്യോ, ഇത് ഞാൻ കണ്ടില്ല, ഇനിയിപ്പോൾ കയറി ചവിട്ടിയാനെ. അതുകൊണ്ട് എല്ലാം കുറേ കടുവകളുണ്ട് ഇവിടെ. ഇതിൻ്റെ ഒന്നിൻ്റെ കൂടെ നിന്നിട്ടാണ് ഒരു വീഡിയോ ഒക്കെ എടുത്തത്. പരിപാടികളുണ്ട് ഇവിടെ, തട്ടിപ്പരിപാടികളൊക്കെ ഉണ്ട്. വാക്ക് വിത്ത് ലയണെന്നും വാക്ക് വിത്ത് ടൈഗർ എന്നൊക്കെ പറഞ്ഞ് ഉണ്ട്. അത്രേ ഉള്ളൂ. നമുക്കൊരു 400 ബാത്ത് കൊടുത്ത് നമ്മളൊരു ഫോട്ടോ എടുത്ത് ഇറങ്ങി. ടൈഗർ അവൻ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അവനെ കാണാൻ ആരും വരുന്നില്ല. ഒരു കൊച്ചു കടുവക്കുട്ടിയാണ് നോക്കുന്നു. ഞങ്ങൾ തിരിച്ചു പോയാണ്. ടൈഗർ ടോപ്പിയിലെ കാഴ്ചകൾ കണ്ടതിന് ശേഷം ഞങ്ങൾ തിരികെ ഇനി കോർലൻഡില്ല, ഇനി ഫ്ലോട്ടിംഗ് മാർക്കറ്റ് വിസിറ്റിനാണ് പോകുന്നത്. അടുത്ത ഫ്ലോട്ടിംഗ് മാർക്കറ്റ് വിസിറ്റ്. നമ്മളെല്ലാവരും ക്യൂ നിൽക്കുകയാണ്. ഇനി അടുത്ത വണ്ടി വന്നാലേ പോകാൻ പറ്റൂ.